കുറെ പെൺകുട്ടികളുടെ അത് ഭർത്താവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ വെച്ച് കളിച്ച് കുറെ പരാതികൾ ഉണ്ടാക്കി അവരെ മുൻനിർത്തി ഇമാതിരി നാടകം കളിച്ച് അവരുടെ ജീവിതം തുലയ്ക്കുന്ന ഈ പിണറായിയും ഈ CPM-ഉം അവർ രണ്ടുപേരും കൂടെ ചേർന്ന് കരുവാക്കുന്ന ഈ പോലീസും ഇവരൊക്കെയല്ലേ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനത്ത് യഥാർത്ഥ പ്രതികളായി വരേണ്ടത്? നമസ്കാരം. രാഹുൽ മാങ്കൂട്ടം MLA അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച് ഇപ്പോ തെളിവെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കസ്റ്റഡിയിൽ വാങ്ങി ഇങ്ങനെ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ തെളിവുകൾ നിരത്തി വെക്കുന്നത് രാഹുൽ മാങ്കൂട്ടൻ പെണ്ണുപിടിയനാണ്, അതല്ലെങ്കിൽ അതുപോലെ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വ്യക്തിയാണ്, ഇയാളെ നാട്ടിലിറക്കാൻ പാടില്ല, വീട്ടിൽ കടത്താൻ പാടില്ല, രാഷ്ട്രീയത്തിൽ പാടില്ല, സമൂഹത്തിൽ പാടില്ല, അതുകൊണ്ട് അയാളെ സ്ഥിരമായി ജയിലിൽ തന്നെ പാർപ്പിക്കണം, ഇനി അതല്ലെങ്കിൽ തൂക്കിക്കൊന്നു കളഞ്ഞേക്കണം, ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ പോലീസൊക്കെ ചെയ്യിക്കുന്നത് പോലെ ചീമുട്ട എറിഞ്ഞ് കല്ലെറിഞ്ഞ് അപമാനിച്ച് നാട് കടത്തണം എന്നൊക്കെയാണ് ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകുക. യഥാർത്ഥത്തിൽ ബഹുഭൂരിപക്ഷം ജനങ്ങൾ മനസ്സിലാക്കുന്നത് പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പിണറായിക്ക് പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അതിനും ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ കുറിച്ചാണ് വീഡിയോയിൽ ഞാൻ പറയുന്നത്. വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക. നിരവധി വിഷയങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ വിഷയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും മറ്റു പോരാട്ടങ്ങളും നിയമ പോരാട്ടങ്ങളും ഇതിന്റെ പിന്നവഴിയിൽ നടക്കുന്നുണ്ട്. സത്യത്തിൽ നിങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അത് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബും നിങ്ങളുടെ ബെല്ലൈക്കണും ഒക്കെ തന്നുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം കൂടുതൽ ആൾക്കാരിലേക്ക് എല്ലാ വിവരങ്ങളും എത്തണം. ഇല്ല എന്നുണ്ടെങ്കിൽ യഥാർത്ഥ വാസ്തവം അറിയാൻ ഒരുപക്ഷെ കഴിയാതെ വന്നു എന്ന് വരും. കാരണം നമ്മുടെ ചാനലുകൾ സത്യം പറയുന്നില്ല. ഇപ്പോ മുഖ്യധാര മാധ്യമങ്ങൾ സത്യം മറച്ചു വെക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലെ ചിലരൊക്കെ മാത്രമാണ് ഇപ്പോൾ ആശ്രയം. അതുകൊണ്ട് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ നടത്തുന്നത് പിണറായിക്ക് പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നതിൽ വ്യക്തമായ തെളിവുകളുണ്ട്. വെറുതെ അങ്ങോട്ട് പറയുന്നതല്ല. നമുക്ക് ഇതിനു മുമ്പുള്ള കേസുകളുടെ കാര്യം ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കത് മനസ്സിലാവും, വളരെ വ്യക്തമായി മനസ്സിലാവും. പിന്നെ ഇത് പട്ടി ഷോയാണ് നടത്തുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നറിയാത്തവരല്ല ഈ പറയുന്ന പിണറായിയും കമ്മിക്കൂട്ടങ്ങളും സൈബർ കമ്മികളും ഒക്കെ. അവർക്കും അത് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എന്നിട്ടും ഇതിങ്ങനെ കാണിക്കുന്നതിന് പിന്നിൽ മറ്റു ചില അജണ്ടകളുമുണ്ട്. അതുകൂടി സംസാരിക്കേണ്ടതുണ്ട്. ഒരല്പം പിന്നോട്ട് പോയിട്ട് സ്വന്തം പാർട്ടിക്കാരനായിട്ടുള്ള നവീൻ ബാബുവിന്റെ കഥ നമുക്കറിയാലോ. നവീൻ ബാബുവിനെ അപമാനിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ കഥ നമുക്കറിയാം. എന്നിട്ട് എന്ത് നടപടിയാണ് അതിന്മേലെടുത്തത്? നവീൻ ബാബു മരണപ്പെട്ടു, അയാൾ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ കൊന്നു, രണ്ടായാലും അയാൾ മരണപ്പെട്ടു. ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നിട്ടുള്ള സ്വന്തം പാർട്ടി അനുയായിയായിട്ടുള്ള ഒരാൾ. ഇനി ആ അനുയായിയുടെ കഥ പറയുന്നതിന് മുമ്പ് മറ്റൊന്നും കൂടെ പറയാം. ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്തു. എന്തിനു വേണ്ടി? പ്രതിയായി പിടിച്ചുകൊണ്ട് വന്ന ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തു. ഒന്നല്ല, പലതവണ ബലാത്സംഗം ചെയ്തു എന്ന കഥ പുറത്തു പറഞ്ഞതിന് മാനസികമായി പീഡിപ്പിച്ച് അയാൾ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ആ പെണ്ണിനെ പീഡിപ്പിച്ച ആ കേസിൽ പ്രതിയായിട്ടുള്ള പോലീസുകാരനെ സംരക്ഷിക്കുന്ന വ്യക്തിയാണ് ഈ പിണറായി എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അപ്പോ ഇവിടെ കുറ്റവാളികൾക്കും യഥാർത്ഥ പെണ്ണുപിടിയന്മാർക്കും ഇവിടെ രക്ഷയാണ്. അപ്പൊ പിന്നെ ചോദിക്കും, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ആയിട്ടില്ല, പറയാം. ഇവിടെ നവീൻ ബാബുവിനെ നശിപ്പിച്ചിട്ടുള്ള ആ വ്യക്തികൾ, അവരെ സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ സുരക്ഷിതമാക്കി നിർത്തിക്കൊണ്ടാണ് കേസിന്റെ അന്വേഷണം നടക്കുന്നത്. അല്ലെങ്കിൽ ആ കേസ് എങ്ങോട്ടാ പോയേ? ഒന്ന് പറയട്ടെ. എന്തായിരുന്നു നവീൻ ബാബുവിന്റെ മരണത്തിന്റെ മൂലകാരണം അവിടെ പാർട്ടിയിലെ ചില നേതാക്കൾ നടത്തിയിട്ടുള്ള സാമ്പത്തിക കൊള്ളയും ചില അഴിമതികളും മറ്റ് ചില അനധികൃത ഇടപാടുകളുമാണ്. പക്ഷെ അതിന് കരുവാക്കിയത് ആരെയാ? പി.പി. ദിവ്യയെ അവിടെ അപമാനിച്ച് സംസാരിച്ചു. അതിന്റെ ഫലമായിട്ട് അതിനുശേഷം നവീൻ ബാബുവിനെ കൊന്നു, അല്ലെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്തു. രണ്ടായാലും പ്രത്യക്ഷത്തിൽ കാരണക്കാരിയായിട്ട് വരുന്നത് പി.പി. ദിവ്യയാണ്. ആ പി.പി. ദിവ്യയെ പാർട്ടി തന്നെ ഒളിപ്പിച്ചു വെച്ചേക്കല്ലായിരുന്നു ചെയ്തിരുന്നത്. അതായത് ഒരു കൊലയാളിയാണ് എന്ന് അക്കാലത്ത് ജനം വിശ്വസിച്ചിരുന്ന, ജനങ്ങൾ മുഴുവൻ ആ രീതിയിൽ പ്രതികരിച്ചിരുന്ന സമയത്ത് അതേ പി.പി. ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പാർട്ടി ശ്രമിച്ചിരുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെ ഒരു വ്യക്തി, ഏതോ ഒരു പെണ്ണ് എവിടെയോ നിന്ന് പരാതി കൊടുത്തു എന്നതിന്റെ പേരിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചുകൊണ്ട് അയാൾ ഒരല്പം മാറി നിന്നപ്പോ അയാളെ തെരഞ്ഞുകൊണ്ട് പോലീസിനെ ഇവിടെ പെടാപ്പാട് പഠിപ്പിച്ചത് നമുക്കറിയാമല്ലോ ഏതൊക്കെ വിധത്തിലാണെന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും എങ്ങനെയാണ് അങ്ങോട്ട് മാച്ച് ചെയ്യുന്നില്ലല്ലോ. ഒരു കൊലപാതകി എന്ന് ആരോപിക്കുന്ന ഒരാളെ സംരക്ഷിച്ചുകൊണ്ട് പോലീസിന്റെ സംരക്ഷണത്തിൽ അങ്ങോട്ട് കടന്നു പോകരുത് എന്ന് അവരോട് പറയുകയും പോലീസിനോട് തീട്ടൂര മറക്കുകയും, അതേസമയം ഒരു MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി തങ്ങൾക്ക് രാഷ്ട്രീയമായി കണ്ടുകൂടാ, അല്ലെങ്കിൽ തങ്ങൾക്ക് എതിരാണ്, തങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, തങ്ങളുടെ അഴിമതികളും സകല കൂത്തരങ്ങളും വിളിച്ചു പറയുന്നു, തങ്ങൾക്കൊരു ഭീഷണിയാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പൂട്ടാൻ വേണ്ടി അതേ പോലീസ് സേനയെ ഒരുക്കിയിറക്കുകയും ചെയ്യാം. രാഹുൽ മാങ്കൂട്ടത്തിനെ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം മറികടന്നുകൊണ്ട്, നിലവിലെ എല്ലാ നിയമങ്ങളും മറികടന്നുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ഇല്ലേ?
അതായത് അയാളെ നോട്ടീസ് കൊടുക്കുകയോ അയാൾക്ക് ഒരു അറിയിപ്പ് കൊടുക്കുകയോ വേണ്ട. അയാളുടെ അഭിഭാഷകനെ അറിയിക്കാൻ പോലും സമ്മതിച്ചില്ല. അറസ്റ്റ് നട്ടപ്പാതിരേക്ക് അയാൾ അറസ്റ്റ് ചെയ്തു. തലേ ദിവസം വൈകുന്നേരം വരെ അല്ലെങ്കിൽ ആ സമയം വരെ പോലീസുകാർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാളെ അർദ്ധരാത്രിയിൽ അയാളുടെ ഡ്രൈവറും അയാളുടെ സുഹൃത്തും എല്ലാം പോയ ശേഷം ഒറ്റയ്ക്ക് റൂമിൽ കിടന്നുറങ്ങുമ്പോൾ ഇരു ചെവി അറിയാതെ അർദ്ധരാത്രിയിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇരു ചെവി അറിയാതെ അർദ്ധരാത്രിയിൽ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതേ പോലീസ് PPTVയെ തൊടാതെ മാറി നിന്നു അല്ലെങ്കിൽ മാറ്റി നിർത്തി. ഇതെങ്ങനെയാണ് ശരിയാവുക? തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. PPTVയെ അറസ്റ്റ് ചെയ്തു. നമുക്കറിയാലോ, അറസ്റ്റ് ചെയ്ത ശേഷം അവിടെ ചാനലുകളും മറ്റു മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാം നോക്കി നിന്നു. തെളിവെടുപ്പിനായാലും അല്ലാത്ത എടുപ്പിനായാലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നാലും എന്തിനായാലും അങ്ങനെ കൊണ്ടുവരുന്നത് കാത്ത് മീഡിയകൾ പല ഭാഗത്ത് നിലയുറപ്പിച്ചപ്പോ അവരെ ഒന്നും കണ്ണിൽപ്പെടാതെ പിന്നാമ്പുറത്തുകൂടെ ഒളിപ്പിച്ച് വളരെ രഹസ്യമായി കടത്തിക്കൊണ്ടുപോയത് ഇതേ പോലീസ്. എന്നാൽ ഒരു ജനപ്രതിനിധിയായി തലേ ദിവസം വരെ ഈ ജനങ്ങളുടെ ഇടയിൽ തന്നെ നിലകൊണ്ട കോടതിയുടെയും നിയമത്തിന്റെയും എല്ലാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് തികച്ചും നിയമാധിഷ്ഠിതമായ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ച് ആ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനപ്രതിനിധിയെ കൊണ്ടു നടക്കുന്നത് എങ്ങനെ? സകല ചാനലുകളെയും വിളിച്ചു വരുത്തുന്നു. അതായത് ഇപ്പൊ തെളിവെടുപ്പ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. തെളിവെടുപ്പ് പുലർച്ചെ 4 മണിക്ക് തെളിവെടുപ്പിന് ഹോട്ടൽ റൂമിൽ കൊണ്ടുവരുന്ന സമയത്ത് സകല ചാനലുകളെയും വിളിച്ച് അറിയിച്ച് ഞങ്ങൾ കൊണ്ടുവരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് സകല സൈബർ സഖാക്കളെയും അതുപോലെയുള്ള മുഴുവൻ ആൾക്കാരെയും വിളിച്ചു പറഞ്ഞ് രാഹുലിനെ ഞങ്ങൾ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നിട്ട് നിങ്ങൾ ചീമട്ടയുമായി തയ്യാറായിരുന്നുള്ളൂ എന്ന് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് പോലെ അത്രയധികം ജനങ്ങൾ ഒരുമിച്ച് കൂടാൻ പുലർച്ചയ്ക്ക് അവിടെ കൂടാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരെ അറിയിക്കുന്നത് പിന്നെ ആരാ? പോലീസിൽ നിന്നല്ലാതെ. അതായത് PPTVയെ അതീവ രഹസ്യമായി കൊണ്ടുപോയെങ്കിൽ ഒരു കൊലപാതക കുറ്റം ആരോപിക്കപ്പെടുന്ന, അതും സ്വന്തം അനുഭാവിയെ സ്വന്തം പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു എന്താ പറയാ അത്രത്തോളം ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ കൊന്നു എന്ന് ആരോപിക്കുന്ന ഒരാളെ കൊണ്ടു നടന്ന അല്ലെങ്കിൽ ആ ആരോപണത്തിന് വിധേയനായ അതല്ലെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി എന്ന് വിധി എഴുതിക്കൊണ്ട് അക്കാലത്ത് സംസാരിച്ചിരുന്ന PPTVയെ സംരക്ഷിച്ച് പൊതിഞ്ഞുകൊണ്ട് നടന്ന പോലീസ് ഇവിടെ ഒരു ജനപ്രതിനിധിയെ ഈ രീതിയിൽ കൊണ്ട് നടക്കുന്നു. മറ്റുള്ളവരെ മുഴുവൻ പ്രദർശന വസ്തുവായി നിയമത്തിന് അധീനമായി നിൽക്കുന്നത് കൊണ്ട് ആ ഏറ് കൊള്ളുകയല്ലാതെ തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു മാർഗമില്ല. എറിയാൻ വേണ്ടി പോലീസ് തന്നെ ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് ഈ കാണുന്ന ഇത്രയും കാര്യങ്ങൾ പോരെ? കേവലം പെണ്ണ് കേസിലല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇത് പാർട്ടിയുടെ അല്ലെങ്കിൽ പിണറായിയുടെ ഉദ്ദേശങ്ങൾ നടക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരു ചെറുപ്പക്കാരൻ പുറത്തു നിന്നാൽ അത് കോൺഗ്രസിലായാലും അല്ലാതെ ആയാലും പുറത്തു നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ തോന്നിയാസങ്ങൾ നടക്കില്ല. ശബരിമല അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും. ഇടോ വിജയ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് പറയുന്ന ആണത്തമുള്ള ആംബിയറുള്ള ഒരുത്തൻ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ സന്ദേശത്തിലെ അതേ കൃത്യം ഇവിടെ നടപ്പിലാക്കിക്കൊണ്ട് അവനെ മൂലക്കിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ അപകടമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അത് നടപ്പാക്കുന്നതിൽ അവർക്ക് ന്യായമുണ്ടാക്കാം. പക്ഷെ അതാണ് ജനം തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾ മുഴുവൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ നിൽക്കുന്നത്. 10 വർഷമായി പിണറായി വിജയനും CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരും ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 10 വർഷത്തിനിടയിൽ ഇവിടെ സാധാരണക്കാരായ ജനങ്ങളെ, ആ ജനങ്ങളുടെ സാമ്പത്തികമോ സമാധാനമോ അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കിയിട്ടില്ല. ഇവിടെ അടിസ്ഥാന വികസനം എന്ന പേരിൽ ചില പാലങ്ങളും ചില കെട്ടിടങ്ങളും ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷെ അതൊക്കെ ഉപയോഗിക്കേണ്ട ജനം എങ്ങനെയാണ് കഴിയുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു നിമിഷമെങ്കിലും? ഭാവിയിൽ അത് ഉപയോഗിക്കേണ്ടവർ നാട് വിട്ടു പോകാണ്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൽ ഇവിടെ ഭരിച്ചിട്ടും ജനോപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും നടപ്പിലാക്കി അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് വേണ്ടി, സമാധാനപൂർവ്വ ജീവിതത്തിന് വേണ്ടി, സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് എടുത്തു കാണിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ വികസനം ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള നിലപാടുകൾ അതെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ വീണ്ടും പോണത്. അത് മാത്രമല്ല, നമുക്കറിയാമല്ലോ, ശബരിമല കോടതിയുടെ മേൽനോട്ടത്തിലാണ്, നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ആ കേസ് നടക്കുന്നത് എന്നുകൊണ്ട് സഖാക്കളും കുറെ നേതാക്കളും എല്ലാം ജയിലിലാണ്. അതുകൊണ്ട് തന്നെ ആ വാർത്തകൾ മാധ്യമങ്ങളിൽ നിന്ന്, മീഡിയകളിൽ നിന്ന്, സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിപ്പോണം. സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി ഒരു പെണ്ണ് കേസ് വേണം. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു ചെറുപ്പക്കാരനെ ഒരു പെണ്ണ് കേസിൽപ്പെടുത്തി മുന്നോട്ടിട്ട് കഴിഞ്ഞാൽ, സമൂഹത്തിലേക്ക് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അത്തരത്തിൽ വാർത്ത ചെയ്യാനുള്ള ഒരു സൗകര്യമൊരുക്കി ദൃശ്യവിരുന്ന ചാനലുകൾക്ക് ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ലൈംഗിക മനോരോഗികളായ ഒരുപറ്റം സൈബർ സഖാക്കളുണ്ട്. ആ സൈബർ സഖാക്കൾ അത് നേരിട്ട് എടുത്ത് നന്നായി അർമാദിച്ച് ആഘോഷിച്ചുകൊള്ളും. അതാണ് ധാരണ. ആ ഒരു പ്രതീക്ഷ, കാര്യം ഈ സൈബർ സഖാക്കൾ ഇങ്ങനെ അർമാദിക്കും എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിൽ തന്നെയാണ് സന്ദേശം സിനിമയിൽ ശങ്കരാടി പറയുന്നത് പോലെ ഈ 2026 ഈ പുലർവേളയിലും ഇതേ പാർട്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ തെരഞ്ഞെടുത്തു? ഈ വേറെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നല്ലോ, കുറെ കിഴവന്മാരുണ്ടായിരുന്നല്ലോ, അതുപോലെ മറ്റു പലരും ഉണ്ടായിരുന്നല്ലോ. എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തെ മാത്രം തെരഞ്ഞെടുത്തത്?
അയാൾ നാട് നീളെ കിടന്ന് പെണ്ണ് പിടിക്കുന്നത് കൊണ്ടല്ലേ, പെണ്ണുങ്ങൾക്ക് സ്വൈര്യവിഹാരം നടത്താൻ പറ്റാത്തത് കൊണ്ടല്ലേ, സകലരെയും പിടിച്ചു കണ്ട് കുട്ടിയെ വേണം വിവാഹം കഴിച്ചോളാം എന്ന് വാഗ്ദാനം നടത്തുന്നതുകൊണ്ടല്ലേ എന്നൊക്കെ ഒരുപക്ഷെ പറഞ്ഞു പരത്തുമായിരിക്കും. എന്നാൽ അതൊന്നുമല്ല വസ്തുത. ഒന്ന് കേട്ടു നോക്ക്. അവിടെ ഗാന്ധി പ്രതിമ തകർത്തത് തലയിലുള്ള മാസ്കും വയറ്റിൽ കിടക്കുന്ന ജവാനും കൂടെ കൂടിച്ചേരുമ്പോഴാണ് ഗാന്ധി ഏതാണ് എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത തോന്നല് ഈ മാർക്സിസ്റ്റുകാരന്മാർക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതുപോലെയുള്ള ഏതാണ്ട് മാർക്സിസ്റ്റുകാരന്മാര് ഇവിടെ ഒരു ബോർഡ് കൊണ്ടുവന്നു വെച്ചു. ആ ബോർഡിനകത്ത് എന്നെ കുറെ ആക്ഷേപിക്കുന്നു. ആ ബോർഡിനകത്ത് അവന്മാര് എഴുതി വെച്ചിരിക്കുന്നത് പല്ല് കൊഴിഞ്ഞ സിംഹത്തിന് ഈ മണ്ണിലേക്ക് സ്വാഗതമെന്നാണ്. ആ ബോർഡ് വെച്ച മാർക്സിസ്റ്റുകാരോടാണ് പറയുന്നത്, എടാ വിവരദോഷികളെ, നീയൊക്കെ പല്ല് കൊഴിഞ്ഞ സിംഹം എന്ന് പറയുന്ന ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ നിങ്ങൾ പ്രായം കൂടിയതുകൊണ്ടാണല്ലോ പല്ല് കൊഴിഞ്ഞു എന്ന് പറയുന്നത്. ആ മനുഷ്യന്റെ നിന്റെയൊക്കെ പ്രായത്തിൽ അയാൾ കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് നീയൊക്കെ കാണിക്കാൻ ഇറങ്ങിയാൽ നിന്ന് മുള്ളിപ്പോകും. ഈ പ്രായത്തിൽ അയാൾ കാണിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങളുടെ പ്രായത്തിൽ നടത്തിയാൽ പോലും നിന്ന് മുള്ളിപ്പോകും. പിന്നെ ആ സിംഹം തന്നെയാണോ മലപ്പട്ടത്തിന്റെ MP? ആ സിംഹം തന്നെയാണോ നിന്റെയൊക്കെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ ഈ തളിപ്പറമ്പിന്റെ MP? ആ സിംഹം തന്നെയാണോ നിന്റെയൊക്കെ പോളിറ്റ് ബ്യൂറോയിലെ മെമ്പർ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ MP? ഈ ഒരൊറ്റ പ്രസംഗം കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപക്ഷെ അറിയാത്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, പല കാര്യത്തിലും പല ഇടങ്ങളിലും ഈ രീതിയിൽ പ്രതികരിക്കുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്ന ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അക്കാലത്ത് സ്വാഭാവികമായും അയാളെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. VD സതീശനെയോ K സുധാകരനെയോ അല്ലെങ്കിൽ അതുപോലെ മറ്റാരെങ്കിലും അല്ല, K മുരളീധരനെ ആരുമല്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കണം. രാഹുൽ മാങ്കൂട്ടമാണ് അവരുടെ ഏറ്റവും വലിയ പ്രതിയോഗിയായിട്ട് കോൺഗ്രസിൽ നിൽക്കുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടം ഈ CPM-ന് എതിരാണ് എന്താണെന്ന് തെളിവ്? ഇപ്പൊ അത് തെളിവല്ലേ? ഇത്രയധികം പെണ്ണുകേസിൽ കുറുക്കി അകത്താക്കിയിട്ടും ഇപ്പോഴും സംസാരത്തിനും ആ ശൂര്യനും വീര്യത്വത്തിനും യാതൊരു കുറവുമില്ലാതെ നിൽക്കുകയാണ്. ഇങ്ങനെ തെളിവെടുപ്പ് നടത്തിയിട്ടും ഒക്കെ സകല ജനപിന്തുണയും ഏറ്റിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാര്യം ജനങ്ങളെല്ലാം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നിലാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി, ഈ സർക്കാർ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി, ഈ പറയുന്ന പിണറായി സർക്കാർ എങ്ങനെയെങ്കിലും അവസാനിച്ചാൽ മതി എന്നാണ് ഇവിടുത്തെ സഖാക്കൾ പോലും ആഗ്രഹിക്കുന്നത്. അതായത് ശരിക്കുള്ള സഖാക്കൾ. ഇതൊന്നുമല്ല CPM. അവര് ചിന്തിക്കുന്ന പാർട്ടി ഇതല്ല. അത്തരത്തിലുള്ള ഒരു പാർട്ടി വേണം ഇവിടെ നിന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിന് ഏറ്റവും വലിയ ശല്യമായി അവർ കാണുന്നത് പിണറായിയെ തന്നെയാണ്. ആ പിണറായി ആയിട്ട് ഇവരെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഏകാധിപത്യത്തിൽ ഇങ്ങനെ ആറാടിക്കൊണ്ട് നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും പാർട്ടിയിലെ വലിയൊരു വിഭാഗം രാഹുൽ പക്ഷത്തേക്ക് നീങ്ങും, അല്ലെങ്കിൽ മറ്റു പാർട്ടിയിലേക്കൊക്കെ പോകും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ അയാളെ പിന്നെ വെച്ചുകൊണ്ടിരിക്കും. അയാളെ ആദ്യം പാർട്ടിയിൽ നിന്ന് അകറ്റി, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്തു. പെട്ടെന്ന് തന്നെ അതിനുള്ള കോപ്പുകൾ ഒരുക്കിയപ്പോ കോൺഗ്രസ് CPM ഒരുക്കിയ ആ കെണിയിൽ, പിണറായി ഒരുക്കിയ ആ കെണിയിൽ വീഴുന്നത് നമ്മൾ കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടിക്ക് ആരുമില്ലാതായി. അതിനുശേഷം തുടരെ കേസുകൾ ഏതൊക്കെ വിധത്തിൽ ഒതുക്കാൻ പറ്റുമോ ആ വിധത്തിലൊക്കെ ഒതുക്കാൻ നോക്കുന്നു. ചില കേസുകളൊക്കെ ചീറ്റിപ്പോയി. ഇപ്പൊ അവസാനം കേസ് പുറത്തു വന്നു കഴിഞ്ഞാൽ അതിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഊരും എന്ന് മനസ്സിലായപ്പോ അറിയിക്കാതെ വന്ന് അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു കാഴ്ച വസ്തുവിനെ പോലെ നിർത്തുന്നു. പോലീസിന്റെ കസ്റ്റഡിയിൽ നിൽക്കുന്ന, നിയമത്തെ അനുസരിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഈ മാധ്യമ വേശികളുടെ മുന്നിൽ പ്രദർശന വസ്തു ആവുമ്പോ അയാൾ എന്ത് ചെയ്യാനാ? നിസ്സഹായതയോടെ നിൽക്കാനേ പറ്റൂ. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, എന്നും അയാൾ അങ്ങനെ നിൽക്കില്ല എന്നത്. നിങ്ങൾ നോക്കൂ, ഇന്ന് പുലർച്ചെ തിരുവല്ലയിൽ ഹോട്ടലിൽ കൊണ്ടുവന്നത് എങ്ങനെയാണ്? 4 മണിക്ക് സമയത്ത് ഹോട്ടലിന് മുന്നിൽ വരുമ്പോൾ സകല ചാനലുകളും അവിടെ ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ഒരു ചെറുപ്പക്കാരനെ, ഒരു MLA, ഇത്രയധികം പ്രശസ്തിയുള്ള, ജനപ്രീതിയുള്ള, അല്ലെങ്കിൽ ഏത് വിധേനയാലും ജനങ്ങൾ അറിയുന്ന ഒരാളെ കൊണ്ടുവന്നാൽ ആൾ കൂടും. അതുകൊണ്ട് തെളിവെടുപ്പ് കൃത്യമായി ഭംഗിയായി നടത്താൻ കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് രഹസ്യമായി കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം നടത്തി പോകല്ലേ വേണ്ടത്. ആ സ്ഥാനത്ത് സകല ചാനലുകളെയും അറിയിച്ച്, സകല രാഹുലിനോട് വിരോധമുള്ള സകല പാർട്ടിക്കാരെയും അറിയിച്ച്, എല്ലാവരെയും ചീമട്ടയടക്കം സകലതും കൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ നിർത്തുന്നത് ഏതെങ്കിലും ഒരു പെണ്ണ് കൊടുത്ത പരാതി അന്വേഷിക്കാനാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? CPM-നെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് കേസില്ലാതെ തെരഞ്ഞെടുപ്പില്ല. നമുക്കറിയാലോ ഉമ്മൻചാണ്ടിയോട് കാണിച്ചത് എന്താണെന്നുള്ളത്, ഏതെല്ലാം രീതിയിലാണ് പെരുമാറിയത്. അവസാനം ഉമ്മൻചാണ്ടിയുടെ മരണശേഷമാണ് അയാൾ ഇതൊന്നും ചെയ്തിരുന്നില്ല എന്ന് മനസ്സിലാകുന്നത്. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ മരണത്തിന് അത്രയധികം ജനപിന്തുണ ഉണ്ടായത്. കാരണം ഈ ഒരു സാധു മനുഷ്യനെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചല്ലോ, ഞങ്ങൾ അവിശ്വസിച്ചല്ലോ എന്ന് ഒരു വിഭാഗം. അന്ന് ഉമ്മൻചാണ്ടിയെ വിശ്വസിച്ചവരും പിന്നീട് ആ ഉമ്മൻചാണ്ടിയെ അവിശ്വസിച്ചത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടവരും അടങ്ങുന്ന വലിയൊരു സമൂഹമാണ്, ഒരു സഞ്ചയമാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന് പിന്നാലെ സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു ജനപിന്തുണ തന്റെ എതിർഭാഗത്തുള്ള ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിൽ ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും കുരുപൊട്ടും. ആ കുരുപൊട്ടുന്നതാണ് ഈ ഒരു ദുരന്തത്തിലും. അതായത് അവർ അവതരിപ്പിച്ചത് ഒരു ദുരന്തമായി പോയി. കുറെ പെണ്ണുകേസുകൾ ഇറങ്ങപ്പോ
ആ പെണ്ണ് കേസിൽ ഒതുങ്ങിയിരിക്കുമെന്നാണ് കരുതുന്നത്. പക്ഷെ അത് സ്വന്തം ദുരന്തമായി മാറുന്നതാണ് കാണുന്നത്. കാര്യം ഓരോ പെണ്ണ് കേസും തലയിൽ വെച്ച് കൊടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം കൂടുതൽ കൂടുതൽ ശക്തിയായി വരുന്നു. എങ്ങനെ സ്വന്തം പാർട്ടിയുടെ പിന്തുണ പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഈ രീതിയിൽ ശക്തിയായി വരുന്നുണ്ടെങ്കിൽ പിന്നെ കുരുപൊട്ടാതിരിക്കുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ട് കൂടുതൽ ഒതുക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് അതീവ രഹസ്യമായി നടക്കേണ്ട പല അന്വേഷണങ്ങളും പലതും മാധ്യമങ്ങളെ വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ഭത്സിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമൂഹത്തെ മുഴുവൻ വിളിച്ചുകൊണ്ട് ഈ പോലീസിനെ കൊണ്ട് പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് കേരള ജനത പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെണ്ണ് കേസിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോയും മറ്റൊരു വീഡിയോയും ഞാനടക്കമുള്ള ആരും ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടം അത്തരത്തിൽ നീതികേട് ഏതൊരു പെണ്ണിനോട് കാണിച്ചിട്ടുണ്ടെങ്കിലും എന്ത് തെമ്മാടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിലും അതിന് അർഹമായ ശിക്ഷ അയാൾക്ക് കിട്ടണം. അത് എത്ര തന്നെ ആയിരുന്നാലും രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്യണം. അതിൽ യാതൊരു തർക്കമല്ല. പക്ഷെ ഇവിടെ അത് അങ്ങനെയല്ല നടക്കുന്നത് എന്നാണ് പറയുന്നത്. കാര്യം അതായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ രീതിയിലല്ല അന്വേഷണവും പോലീസിന്റെ നിലപാടുകളും നടപടികളും ഉണ്ടാകുക. ഈ നടപടികളും ഈ നിലപാടുകളും ഈ പ്രദർശന വസ്തുവാക്കുന്ന ഈ രീതിയും പുറത്തേക്ക് വിടുന്ന വാർത്തകളും പോലീസ് തന്നെ ഒരുക്കുന്ന കളങ്ങളും ഒക്കെ കാണുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പരാതി കൊണ്ടല്ല എന്ന് മനസ്സിലാക്കുകയാണ്. ശരിക്കുള്ള ഒരു പരാതിയാണെങ്കിൽ പോലീസ് ഇത്തരത്തിൽ നാടകം കളിക്കും. എനിക്ക് തോന്നുന്നില്ല നാടകം കളിക്കുന്നത്. എനിക്കെന്നല്ല, എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കും അത്തരത്തിൽ തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു, അവരുടെ ജീവിതം നശിപ്പിച്ചു എന്ന രീതിയിലുള്ള ഒരു പരാതി ആയിരുന്നെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് നീങ്ങിയനെ. പക്ഷെ നിയമത്തിന്റെ വഴിക്കല്ല ഇപ്പൊ നീങ്ങുന്നത്. നിയമത്തെ പോലീസിനെ ഉപയോഗിച്ച് പിണറായിയുടെ വഴിക്കാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ സർക്കാരിന് അല്ലെങ്കിൽ CPM-ന് പെണ്ണ് കേസില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനെയും അതിജീവിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാനും ഇല്ലാതാക്കാനും വേണ്ടിയാണ് ഈ കേസുകൾ ഫ്രെയിം ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ യഥാർത്ഥ പ്രതികൾ ആരാണ്? കുറെ പെൺകുട്ടികളുടെ, അത് ഭർത്താവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ ജീവിതത്തെ വെച്ച് കളിച്ച് കുറെ പരാതികൾ ഉണ്ടാക്കി അവരെ മുൻനിർത്തി ഇമാതിരി നാടകം കളിച്ച് അവരുടെ ജീവിതം തുലയ്ക്കുന്ന ഈ പിണറായിയും ഈ CPM-ഉം അവർ രണ്ടുപേരും കൂടെ ചേർന്ന് കരുവാക്കുന്ന ഈ പോലീസും ഇവരൊക്കെയല്ലേ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനത്ത് യഥാർത്ഥ പ്രതികളായി വരേണ്ടത്? Different angles. Don't forget to subscribe and support this channel.